16Z മാനുവൽ 16Z മാനുവൽ സോറി 16Z മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 18 ഞാൻ വേറെയും പറയാം, സോറി. 16Z മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നീറ്റ് വണ്ടി, നല്ലൊരു അടിപൊളി കളറും. ഗ്രില്ല് ഇത് ടൈപ്പ് മാറിയിട്ടുണ്ട് അല്ലേ, ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര ഇതിൻ്റെ ചോദ്യം? BMW 1 സീരീസ് ആണ്, കുറച്ച് റയർ ഐറ്റമാണ്. 118D അല്ലേ? 118D ഡീസൽ വണ്ടിയാണ്, ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ക്രിസ്റ്റകളുടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ക്രിസ്റ്റകൾ മാത്രമല്ല, റയർ പീസ് ആയിട്ടുള്ള ഒരു ലക്ഷറി വാഹനം കൂടിയുണ്ട്. ലക്ഷറി സെഗ്മെന്റ് വേറെ ഉണ്ട്, അതിൽ തന്നെ റയർ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയ ഒരു ടീമാണ്, പുതിയൊരു ടീമാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഓട്ടോബം, കോഴിക്കോട് കക്കോടി ആയിരുന്നു ലൊക്കേഷൻ. അന്ന് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവർ ഒരു ഷോറൂം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. റഫീഖ, സ്വാഗതം. സുഖമല്ലേ? സുഖം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ്? നമ്മൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാം പോയോ? എല്ലാം പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നിലവിലത്തെ സാഹചര്യം അറിയാലോ, ടോട്ടൽ ലോസ് വണ്ടി ഇതൊക്കെ നാട്ടിലിങ്ങനെ വീഡിയോ ഒക്കെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ബാക്കി അല്ല, നമ്മൾ മാക്സിമം നോക്കിയിട്ടാണ് ചെയ്തത് ഇതുവരെയുള്ള പർച്ചേസ് എല്ലാം. ഇൻഷുറൻസ് ഹിസ്റ്ററി നോക്കാറുണ്ടോ വണ്ടീൻ്റെ? ഇൻഷുറൻസ് ഹിസ്റ്ററി നോക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഇൻഷുറൻസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ആദ്യം നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റഫീഖാൻ്റെ അടുത്ത് വണ്ടി എടുത്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ലൊക്കേഷൻ കാരപ്പറമ്പ് പ്രോപ്പർ കാരപ്പറമ്പ് ഏതാ റോഡ്? ഇത് ഏതാ വരിക? ഇത് കൃഷ്ണൻ നായർ റോഡ്. കാരപ്പറമ്പ് കൃഷ്ണൻ നായർ റോഡിലാണ്, കോഴിക്കോട് ജില്ലയിൽ. പുതിയ ഷോറൂമാണ്, സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോക്ക് കണ്ടു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നല്ല വിലപ്പാകത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും, ഉറപ്പല്ലേ? ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബാക്കി ഓരോ ഡീറ്റെയിൽ നമുക്ക് കാണാം. നമ്മുടെ ആദ്യ വാഹനം ഒരു ഡൽഹി രജിസ്ട്രേഷൻ ക്രിസ്റ്റയാണ്. ഇത് എവിടേക്കാണ് NOC എടുത്തോ? ഇത് എവിടേക്കും NOC എടുത്തിട്ടില്ല. 2018 മോഡലാണ്. 78,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ്. എവിടെയൊക്കെ വേണമെങ്കിലും RTOയിലേക്ക് വേണമെങ്കിലും NOC എടുത്ത് അവരെ പേരിൽ രജിസ്റ്റർ ആക്കിയിട്ട് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് എല്ലാ വണ്ടിയും കാണിച്ചത്. രജിസ്റ്റർ ആക്കിയിട്ടുള്ള വില തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ള് രജിസ്റ്റർ ആക്കിയിട്ട് കൊടുക്കാം. ആരുടെ പേരിലാണോ അവരുടെ പേരിൽ തന്നെ ഈ വണ്ടി അവരുടെ പേരിൽ തന്നെ രജിസ്റ്റർ ആക്കിയിട്ട് കൊടുക്കാം. ഏത് ഓപ്ഷൻ ഇത്? G ഓട്ടോമാറ്റിക്. 2018 76,000 കിലോമീറ്റർ. 78,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ് അല്ല, ഒരു ക്ലെയിമോ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ മാറിയിട്ടില്ല, എല്ലാം ഒറിജിനലാണ്. ഓക്കെ. നീറ്റ് വണ്ടി, നല്ലൊരു അടിപൊളി കളറും. ഗ്രില്ല് ഇത് ടൈപ്പ് മാറിയിട്ടുണ്ട് അല്ലേ, ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര ഇതിന്റെ ചോദ്യം എത്രയാ? ഇതിന് 16,350 കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 16,75,000 രൂപയ്ക്ക് 2018 വെറും 78,000 കിലോമീറ്റർ ഓടിയ G ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നമ്പർ ആക്കിയിട്ട്, കേരള നമ്പർ ആക്കിയിട്ട്. പിന്നെ നിങ്ങൾ ഒരു പൈസ അതിന് കയറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. NOC തന്നെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിസ്ക് ഇല്ല, പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? വീണ്ടും ഡൽഹി വണ്ടി തന്നെ, വൈറ്റ് കളർ ക്രിസ്റ്റയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 വണ്ടിയാണ്. 1,90,000 കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. ഒരു റീപ്ലേസ്മെന്റും ഒന്നും 1,90,000 പറഞ്ഞേ? 1,90,000 90,000 190 ഓടിയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ? ഇത് G മാനുവൽ ആണ്. നേരത്തെ ഓട്ടോമാറ്റിക് കണ്ടു, അടുത്തത് മാനുവൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് KL 76 NOC ആയിട്ടുണ്ട്. KL 76 നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കുക. ഓക്കെ. 76 എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നന്മണ്ടയാണ് വരിക. അവിടെ RTOയിൽ നമ്പർ ആക്കിയിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ. 17 മോഡൽ G മാനുവൽ ആണ്. 190. അത്യാവശ്യം നല്ല ഓട്ടം പോയ വണ്ടിയാണ്. പക്ഷേ ടൊയോട്ടയെ സംബന്ധിച്ച് ആ ഒരു ഓട്ടം പ്രശ്നമല്ല. പക്ക സർവീസ് ആണ്. എല്ലാ ടൈം ടു പീരീഡ് ഒക്കെ കറക്റ്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് നന്മണ്ടയിലേക്കാവും. അപ്പോൾ എത്രയുടെ ചോദ്യം? ഇത് 12,90,000 രൂപ കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 12,90,000 2017 G4 മാനുവൽ G മാനുവൽ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള നമ്പർ ആക്കിയതിന് ശേഷമുള്ള വിലയാണ്. ഇതിലും ലോൺ കിട്ടും അല്ലേ? ലോൺ അവൈലബിൾ ആണ്. അടുത്ത വണ്ടി വീണ്ടും വൈറ്റ് ക്രിസ്റ്റ, ഹരിയാന രജിസ്ട്രേഷനാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 Z ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം, 18 മോഡല്. ഷേപ്പ് ഒന്നും മാറിയിട്ടില്ല, ഒന്നും തന്നെയാണുള്ളത് അല്ലേ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. എല്ലാം പക്ക ക്ലിയർ വണ്ടിയാണ്. 68,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വർഷം സംബന്ധിച്ച് ക്രിസ്റ്റയെ സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ളൂ. ആ ജെനുവിറ്റി നമുക്ക് പറയാൻ പറ്റില്ലേ? അത് വണ്ടി കണ്ടാൽ തന്നെ അറിയാം. എവിടെ വേണമെങ്കിലും ആൾക്കാർക്ക് വന്നിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക്
നിങ്ങൾ ഏത് ഷോറൂമിൽ എവിടെ പോയി എടുത്താലും വണ്ടി ചെക്ക് ചെയ്തിട്ടെടുക്കാം. ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഇവരെന്തായാലും ചെക്ക് ചെയ്തതാണ്. നിങ്ങളുടെ സൈഡിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ ഉറപ്പായി. ഇതിന്റെ ഈ ഒരു ഹെഡ്ലൈറ്റ് മാത്രം കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏത് സൈഡാ? ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഏതോ ഹെഡ്ലൈറ്റ് ഏതോ സൈഡ് ചെയ്ത് ഹെഡ്ലൈറ്റ് കംപ്ലൈന്റ് ആയതിനെ കൊണ്ട് കംപ്ലൈന്റ് ആക്സിഡന്റൽ ഹിസ്റ്ററി അല്ല. കംപ്ലൈന്റ് ആയിട്ട് ഒരു ഹെഡ്ലൈറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാം പ്രോപ്പറാണ്. 68,000 ലോ കിലോമീറ്റർ വാഹനമാണ്. Z ഓട്ടോമാറ്റിക്. തപ്പുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് NOC എടുത്ത് കൊടുക്കാം. പാർട്ടിന്റെ പേരിലേക്ക് NOC എടുത്ത് കൊടുക്കാം. ലോൺ ആക്കി കൊടുക്കാം. 1650 ഫൈനൽ കിട്ടുന്ന പ്രൈസ്. 16,50,000 NOC-യിൽ. 16,50,000 NOC പ്രൈസാണ്. ഇങ്ങോട്ട് മാറുന്ന പ്രൈസ് അല്ല, NOC-യിൽ. മാറണമെങ്കിൽ എത്ര കാണും? ഒരു 2-2.5 കണ്ടു പറയാൻ പറ്റില്ല. ടാക്സിന്റെ കാര്യം ഓരോരോ RT ഓഫീസിൽ ഓരോരോ പ്രാവശ്യം പറയുമ്പോൾ വേറെ മാതിരിയാണ് വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. എന്നാലും ഈ ഒരു എമൗണ്ട് ഏകദേശം പ്രതീക്ഷിച്ചു. ഏകദേശം പറയുന്നത് ഏകദേശം ഒരു 3 ലക്ഷം റുപ്യന്റെ അടുത്ത്. ഇതിന്റെ മുകളിൽ 2.5 3 ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി അത് പറഞ്ഞിട്ട് തർക്കം വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നില്ല. ഇനി ക്രിസ്റ്റക്കാർ ഒന്ന് വെയിറ്റ് ചെയ്യും, നമ്മൾ കാണിച്ചു തരാം. അതിന് മുന്നേ കുറച്ച് ലക്ഷറി കാണിക്കാം അല്ലേ. 3 സീരീസ് ആണ്. 320D UP രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. 2018 മോഡൽ 3 സീരീസ് ആണ്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? 1 രൂപയുടെ ക്ലെയിം ഇല്ല. 1 രൂപേന്റെ ക്ലെയിം ഇല്ല. ഒരു പീസ് റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. 18 മോഡൽ പെയിന്റ് ജോബ് വരെ ഇല്ല. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ലക്ഷറി ലൈൻ. ഓക്കെ. ടയേഴ്സും കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗമുണ്ട്. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. 100 രൂപേന്റെ പണിയില്ല. ജനറൽ സർവീസ് ചെയ്യണ്ട. എന്തായാലും അതും ചെയ്തതാണ്. ചെയ്താ? ഓക്കെ. ജനറൽ സർവീസ് 68,000 സർവീസ് പോലും ചെയ്തതാണ് വണ്ടി. ഓക്കെ. ഒന്നും ചെയ്യേണ്ട. ഇനി 83 ചെയ്താൽ മതി അല്ലേ? 85 ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെ ചെയ്താൽ മതി. 68,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 18 മോഡൽ 320D. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഒരു 18 കിട്ടുന്നത്. 18 ഒന്നല്ല, 20ന്റെ മുകളിൽ കിട്ടും. 20ന്റെ മുകളിൽ തന്നെ. 20ന്റെ മുകളിൽ കിട്ടും. നമ്മൾ യൂസ് ചെയ്തതാണ് കുറച്ച്. അത് ശരി. അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെന്താ, സേഫ്റ്റിയും കംഫർട്ടും എല്ലാം ഉള്ളൊരു അടിപൊളി ലക്ഷറി അല്ലേ? അപ്പോൾ NOC എവിടെ എടുത്തില്ലല്ലോ? ഇല്ല, NOC എടുത്തിട്ടില്ല. എത്രയാ ചോദ്യം? എത്രയിൻ്റെ? ഇതിന് 16,300,000 രൂപ. എങ്ങനെ NOC-ലാണോ? NOC-യിൽ 16,75,000 രൂപയ്ക്ക് 2018 ഈ ഒരു 320D ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനം. ഓക്കെ. മാറണമെങ്കിൽ ഏകദേശം പറഞ്ഞാൽ മതി. അറിയില്ല. ഒരു 4-5 ലക്ഷം. 4 ലക്ഷം റുപ്യൻ്റെ മുകളിൽ വേണം. 4 ലക്ഷം 5 ലക്ഷത്തിൻ്റെ അടുത്ത് ഏകദേശം. ഓക്കെ. പ്രീമിയത്തിലൊരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. Q3 ആണ്. ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. എങ്ങോട്ടെങ്കിലും NOC ആയോ? ഇത് KL 76-ലേക്ക് NOC ആയി. 76 നന്മണ്ട തന്നെ, കോഴിക്കോട് ജില്ല. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് ഇപ്പം സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. ഇപ്പം സെക്കൻഡ് ഓണർഷിപ്പ് അവിടത്തേക്ക് മാറും. KL 76-ലേക്ക് NOC ആയി. 57,000 കിലോമീറ്ററാണ് ഓടിയത്. മോഡൽ 2016. ഫുൾ ഓപ്ഷൻ. 16 ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് വേരിയന്റ്. നോ സിംഗിൾ റീപ്ലേസ്മെന്റ് അല്ല. ഇതിനും അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല? ഇതിനും അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 17 കിട്ടും. അല്ല, ഒരു 15ന്റെ അടുത്ത് കിട്ടും. അത്ര പ്രതീക്ഷിക്കും. ഓക്കെ. 15 ഇത് അറിയാതെ ആള് ചവിട്ടി പോകും. ഓക്കെ. ചവിട്ടാണ്ട് ഓടിച്ചാൽ കിട്ടും. 15, 16, 17 ഒക്കെ കിട്ടാറുണ്ട്. ചവിട്ടി പോകും. ഓക്കെ. അപ്പൊ ക്ലെയിം എന്തെങ്കിലും? ഇതിന്റെ അല്ല, ക്ലെയിം ഒന്നുമില്ല. ഒരു ക്ലെയിമും ഇല്ല. ചെറിയ കല്ലടിച്ച പാട് മാത്രമുണ്ട് മെയിൻ ഗ്ലാസ് മേലെ. അത് പിന്നെ ഒറിജിനൽ ഗ്ലാസ് ആയതിനെ കൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ വെച്ചാണ്. ഓക്കെ. അപ്പോൾ NOC-യിൽ നന്മണ്ട രജിസ്ട്രേഷൻ ആക്കിയിട്ട് 15.5 ലക്ഷം രൂപ. 15,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ക്ലിയർ. ടയർ ഭാഗം ഒക്കെ ഫുൾ. 16 പറഞ്ഞേ? 2016 മോഡൽ ഫുൾ ഓപ്ഷൻ വാഹനം. ഓക്കെ. കേരള നമ്പർ ആക്കിയിട്ട് അടുത്ത ലോൺ അവൈലബിൾ ആണ്. ഈ കാറ് നേരത്തെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഞാൻ പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു ജസ്റ്റ് കളർ മാത്രമേ കണ്ട ബാക്ക്. ഞാൻ വെച്ച് പെട്ടെന്ന് പോളോ അത് അതുപോലെ പെട്ടെന്ന് തോന്നിയത്. പക്ഷേ BMW-ൻ്റെ 1 സീരീസ് ആണ്. കുറച്ച് റെയർ ഐറ്റമാണ്. 118D അല്ലേ? 118D ഡീസൽ വണ്ടിയാണ്. ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 വണ്ടിയാണ്. 2014 മോഡലാണ്. 1,18,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. പക്ക സർവീസ് ഒക്കെ പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ. മീറ്ററിൽ കാണിക്കുന്നത് മൈൽസിലാണ്. 78,000 മൈൽസ്. മീറ്ററിൽ മൈൽസിലാണ് കാണിക്കുന്നത്. കിലോമീറ്ററിലേക്ക് വരുമ്പോൾ 1,18 ആവുന്നുണ്ട്. 78,000 മൈൽസിലാണ് വണ്ടി ഉള്ളത്. ഇതിന്റെ റീഡിംഗ് മൈൽസിലാണ് വരുന്നത്. അപ്പൊ വണ്ടി പക്ക ക്ലീൻ വണ്ടിയാണ്. റെയർ പീസാണ്. ഇത് മാർക്കറ്റിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഐഡിയ. നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഓക്കെ. കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗമുണ്ട്. വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. എത്ര ഇതിന്റെ മൈലേജ് പൊതുവെ എങ്ങനെയുണ്ട്? ഇത് 22-23 കിലോമീറ്റർ മൈലേജ്. അതാണ്. ഹാഷ് ബാക്ക് സെഗ്മെന്റ് ആണ്. ഡീസലുമാണ്. ഓക്കെ. നല്ല മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റിയ BMW-ൻ്റെ എല്ലാ ലക്ഷറി ഫീലുള്ള ഒരു വാഹനമാണ് 1 സീരീസ് 118D.
2014 മോഡൽ. 14. എത്ര ചോദ്യം എത്ര NOC? 9.5 ലക്ഷം റുപ്യ. NOC NOC ഇവിടെ എവിടെ എടുത്തിട്ടില്ലല്ലോ NOC? NOC എടുത്തിട്ടില്ല. 9,25,000 രൂപയ്ക്ക് ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന്റെ 1.18 എന്ന് പറഞ്ഞ കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്യാം. കിലോമീറ്റർ ജെന്യൂനാ. നമ്മൾ 78 മൈൽസ് എന്ന് പറഞ്ഞിട്ടാണ് പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് 78,000 വിചാരിച്ചിട്ടുണ്ടാവും. മൈൽസിലാണ് നമ്മൾ ഡീൽ ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് മൈൽസ് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 1.18 ആയിട്ടുണ്ട്. പക്ഷെ നോ ഇഷ്യൂ, വണ്ടിക്ക് അതിൻ്റെ ഒരു എഫക്റ്റും ഇല്ല. മൈൽസ് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.4 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കുഴപ്പമൊന്നുമില്ല, റെഡിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മൾ വീണ്ടും ക്രിസ്റ്റയിലേക്ക് വന്നു. ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഒരു വാഹനം, ഗ്രേ കളർ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2018 ആണ്. 1,36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. 6 പേരിലേക്ക് വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കാം. ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് ഗ്ലാസ് പക്ഷേ രണ്ട് ടൈമിലാണ്. ആക്സിഡന്റൽ ഹിസ്റ്ററിയിലല്ല ഉള്ളത്. ബോണറ്റ് എന്തോ തട്ടിയിട്ടുണ്ടാവും. ഗ്ലാസ് അല്ലാതെ തന്നെ റീപ്ലേസ് ആയതാണ്. ഷേപ്പ് ഒക്കെ ഒറിജിനൽ ഷേപ്പ്, എല്ലാം ഒറിജിനൽ ഷേപ്പ് ആണ്. ഒന്നും ഒരു കൺവേർഷൻ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഉള്ളിലേക്ക് പരിക്കൊന്നും അല്ല, ഉള്ളിലേക്ക് പരിക്കൊന്നും ഇല്ല. അത് ആർക്ക് വന്നാലും അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 18 മോഡൽ ജി ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ്. നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചിരുന്നു 18 മോഡൽ. അത് 16.5 പറഞ്ഞു. അത് 16. ഇത് 15 ലക്ഷം രൂപ. 16.5 16 രൂപ. 16.5. ഇതിന് എത്രയാ? 15 രൂപ. 15 ലക്ഷം. നമ്പർ ആക്കിയിട്ടല്ലേ? അപ്പോൾ ആ റീപ്ലേസ്മെന്റ് ഇതാണ് ഡിപ്രിസിയേഷൻ അവിടെ വരും. ഗ്ലാസിന്റെയും ബോർഡിന്റെയും റീപ്ലേസ്മെന്റ് ഡിപ്രിസിയേഷൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ്. ഇതിന്റെ മുകളിൽ നിങ്ങൾ ഒന്നും ചിലവാക്കാനില്ല, ലോണും കിട്ടും. അടുത്തത് ഹരിയാന രജിസ്ട്രേഷൻ വാഹനമാണ്. നമ്പർ പ്ലേറ്റ് ഇപ്പോൾ ഊരി വെച്ചേക്കാണ് തൽക്കാലം അല്ലേ? ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 വണ്ടിയാണ്. 16 സെഡ് മാനുവൽ. ഓക്കെ, സെഡ് ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത് സെഡ് മാനുവൽ ആണ്. ഓക്കെ, 16. 1.5 lakh കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? അല്ല, ഗ്ലാസ് മാറിയിട്ടില്ല. ഡോർ മാത്രം റീപ്ലേസ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും കിട്ടിയിട്ട് ലാഭം. ഓക്കെ, ഡൽഹിക്കാർക്ക് ഇൻഷുറൻസുകാരെ കൊണ്ട് മാറ്റിക്കുന്നതാണ് അവരെ ലാഭം. അത് നമ്മളാണ് ഇവിടുത്തെ തട്ടി അവരവിടെ ചെയ്യില്ല, അവർ മാറ്റിക്കാളും. 1000 രൂപ കൊടുത്താൽ പോരെ. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 18 സെഡ് മാനുവൽ വാഹനം 1.5 ലക്ഷം ഓടിയ വണ്ടിയാണ്. ഇത് NOC എവിടെയെങ്കിലും എടുത്തോ? NOC എവിടെ എടുത്തിട്ടില്ല. ഇത് NOC എടുത്തു കൊടുക്കാം. കസ്റ്റമറുടെ പേരിലേക്ക് NOC എടുത്തു കൊടുക്കാം. ലോണും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 13 ലക്ഷം രൂപ NOCയിൽ 13 ലക്ഷത്തിൽ 18 സെഡ് മാനുവൽ. 16 സെഡ് മാനുവൽ. സോറി, 16 സെഡ് മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 18 ഞാൻ വേറെ പറഞ്ഞു, സോറി. 16 സെഡ് മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ഒരു വർക്കും ഇല്ലല്ലോ ഇപ്പോൾ ചെയ്യാം? വേറെ വർക്കും ഒന്നും ചെയ്യാനില്ല. റീപ്ലേസ് സർവീസ് ഒന്നും ചെയ്യാനില്ല. മാറണമെങ്കിൽ ഏകദേശം 2.5 ആ റേഞ്ചിൽ കാണ്ടി വരും. അത്ര വരില്ല, 2 രൂപേൻ്റെ അടുത്തേ വരുള്ളൂ. സെഡ് മാനുവൽ അല്ല? സെഡ് മാനുവൽ. അപ്പോൾ 2 രൂപേൻ്റെ ഉള്ളിൽ. അടുത്ത ക്രിസ്റ്റ ഡൽഹി തന്നെയാണ്. ഇതും കൂടുതൽ ഡൽഹി വണ്ടി തന്നെയാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 V മോഡലാണ്. V ആണ് ഓപ്ഷൻ. 2018 V ആണ്. ടോപ്പിന്റെ താഴെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഓട്ടം 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. ഓക്കെ, ലോ കിലോമീറ്റർ ക്രിസ്റ്റയാണ്. അടുത്തത് 18 V മാനുവൽ വാഹനം. ഓട്ടോ ക്ലൈമറ്റ് AC അലോയ്സ് കാര്യങ്ങളും ഒക്കെ വരുന്ന വാഹനമാണ്. ബോണറ്റ് റീപ്ലേസ് ആണ് കമ്പനിയിൽ നിന്ന്. ബോണറ്റ് മാത്രം. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ ആണ്. ഫ്രണ്ട് ബോണറ്റ് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ആണ്. ഓക്കെ, ഇത് 13 ലക്ഷം രൂപ. എങ്ങനെ NOCയിലാണോ? NOC റേറ്റ് 13 ലക്ഷത്തിന് 2018 68,000 കിലോമീറ്റർ. സോറി, 14 ലക്ഷം രൂപ മാറിപ്പോയി. 14 ലക്ഷം. ഓക്കെ, സോറി. അപ്പോൾ 14 ലക്ഷത്തിന് 2018 ഈ ഒരു ക്രിസ്റ്റ NOCയിൽ V ഓപ്ഷൻ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാറണമെങ്കിൽ ഒരു 1.5-2 ലക്ഷം രൂപ കറക്റ്റ് ഏകദേശം ഐഡിയ അല്ല മകൻ പറഞ്ഞു ഇതാക്കണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യത്തോടെ വിളിച്ചോളൂ. നിങ്ങൾ RTOയിൽ NOC കിട്ടുകയും ചെയ്യും. അടുത്ത വണ്ടിയിൽ ഇത്രയും നേരം NOCയിലും നമ്പർ ആകാന്നൊക്കെ അല്ല കേട്ടെ. ഇത് കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ കിടക്കുന്ന വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 വണ്ടിയാണ്. 117 അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. G മാനുവൽ. 1,17,000. 1,70,000. 170. ഓക്കെ, 170 അടുത്ത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ KL 11 നമ്പർ ആയ വണ്ടിയാണ്. കാണാം, 11 CC 2192 നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, ബോണറ്റും ഫ്രണ്ട് ഗ്ലാസും റീപ്ലേസ് ഉണ്ട് കമ്പനിയിൽ നിന്ന്. ഹിസ്റ്ററിയിലുണ്ട്. ഇല്ല, ഉള്ളിലേക്ക് പരിക്കൊന്നുമില്ല. അത് ഹിസ്റ്ററിയിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്പർ ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ ഒരു നമ്പർ ഹൈഡ് ചെയ്തില്ല. അവർക്ക് എവിടെ നിന്നാണെങ്കിലും ചെക്ക് ചെയ്യാം. വന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യുന്ന പരിപാടി ഒന്നും വേണ്ട. അവർക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വന്നാൽ മതി. അതെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ
സ്ഥലത്ത് പോയിട്ട് ഹിസ്റ്ററി എടുത്ത് എല്ലാം നോക്കി എല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നാൽ അതിനുശേഷം അതിനുശേഷം ഇൻഷുറൻസ് ഹിസ്റ്ററിയോ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം അല്ലേ? ആ ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ കേരള നമ്പറായി? ഇതിന് 12,5 ലക്ഷം രൂപ. 12,25,000 ഈ ഒരു ക്രിസ്റ്റോണ്ടോ ഒരു 10 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 10 ലക്ഷത്തിന് മുകളിൽ ലോൺ കൊടുക്കാം ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത വണ്ടിയിൽ അടുത്തത് കേരള നമ്പർ ആയിക്കഴിഞ്ഞ ഒരു ഇന്നോവയാണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനാണ്. ഇതൊരു അട്രാക്റ്റീവ് പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കേരള നമ്പർ ആയ വണ്ടി അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2015 വണ്ടിയാണ്. 3rd ഓണറിലാണുള്ളത്. 184 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പാർക്ക് ആൻഡ് സെയിലാണ്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഏത് ഓപ്ഷൻ ഏതാ? G4 G4 മാനുവൽ. G4 മാനുവൽ വാഹനം. മറ്റേ 15 G4 മാനുവൽ അല്ലേ ഉള്ളൂ. 15. അപ്പോൾ ആ സമയത്ത് വന്ന വണ്ടിയാണ്. 184 ഓട്ടം ഉണ്ട്. നിലവിൽ കാഴ്ചയിൽ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാണുന്നുണ്ട്. ഡോർ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാണുന്നുണ്ട്. ഡോർ ഗ്ലാസ് ബാക്കിയെല്ലാം ചെക്ക് ചെയ്തോ? പഞ്ചിങ് എല്ലാം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. ബാക്കി ഡോർ എല്ലാം നോക്കിയിട്ടല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ബാക്കി നമ്പർ ഉണ്ട്, ആൾക്കാർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അവർക്ക് നോക്കിയിട്ട് പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ആ ഒരു ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. എത്ര കൊടുക്കുക ഇത്? 6,60,000 റുപ്യക്ക് കൊടുക്കാം. 6,60,000 2015 G4 മാനുവൽ 1,83,000 കിലോമീറ്റർ. 84,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. KL 57 രജിസ്ട്രേഷനുമാണ്. ഒന്നും ചെയ്യാനില്ല. ലോണും കയറൂല. ലോണും കയറും. ഒരു എത്ര കയറും എന്ന് പറയാൻ പറ്റില്ല. കസ്റ്റമറെ പ്രൊഫൈൽ ഇതനുസരിച്ചാണ്, സിവിൽ സ്കോർ അനുസരിച്ചാണ് ലോൺ കയറും. വണ്ടിക്ക് അത്യാവശ്യം ലോൺ കയറും. വണ്ടിക്ക് ലോൺ കയറും. കസ്റ്റമർക്ക് ഇതുണ്ടെങ്കിൽ. അടുത്ത ഇന്നോവയാണ്. പക്ഷെ നിങ്ങൾ പോകണ്ട, ഒരു ക്രിസ്റ്റ്യൻ കൂടി വരാനുണ്ട് അല്ലേ? ഇത് ഹരിയാന രജിസ്ട്രേഷൻ. എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2015 തന്നെ. ഓക്കെ. 15 സെക്കൻഡ് ഓണറിൽ KL 76 രജിസ്റ്റർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. 76 G4 G4 V ആണ് അല്ലേ? KL 76 രജിസ്റ്റർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. 2015 V. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഫുള്ള് ചെക്ക് ചെയ്തല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ല. നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടി. ഓക്കെ. ഒന്നുമില്ല അല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ല. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ഇന്നോവ, ലോ കിലോമീറ്റർ ഇന്നോവയാണ്. 15 V ഓപ്ഷനുമാണ്. അലോയ്സ് കാര്യങ്ങളും ഓട്ടോ ക്ലൈമറ്റ് AC അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടി. ഓക്കെ. അപ്പോൾ നമ്പർ ആക്കിയിട്ട് എത്ര കൊടുക്കാം? 9,15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 9,25,000 രൂപയ്ക്ക് 15 V ഓപ്ഷൻ കേരള നമ്പർ ആക്കിയിട്ട് ലോ കിലോമീറ്റർ വണ്ടിയാണ്. 1 ലാഖിന്റെ മേലൊക്കെ വണ്ടി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് മാറ്റേണ്ട. ഇത് ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് 9,15 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇവരുടെ ഡയറക്റ്റ് പർച്ചേസ് ആണ്. ഫുൾ നോക്കിയിട്ട് എടുത്തത്. നമ്മളങ്ങനെ വീണ്ടും ക്രിസ്റ്റയിലേക്ക് എത്തി. ഇത് KL 77 രജിസ്ട്രേഷനായി കഴിഞ്ഞ വാഹനം. കോഴിക്കോട് പേരാമ്പ്ര രജിസ്ട്രേഷനാണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2016 വണ്ടിയാണ്. 3rd ഓണറിൽ KL 77 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. 1,52,000-53,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട്. 1,53 ഓട്ടമുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? അതിൽ ക്ലെയിം ഒന്നുമില്ല. ഓപ്ഷൻ ഏതാ? ഏത്? G4 അല്ല Z ഓട്ടോമാറ്റിക്. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ 2016 ക്രിസ്റ്റ ഇറങ്ങിയ വർഷത്തെ വാഹനമാണ്. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. 1,53 ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് അല്ല? 3rd ഓണർഷിപ്പ്. അപ്പോൾ നമ്പർ ആയി കഴിഞ്ഞ് ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. എത്രയാ ഇപ്പോൾ ചോദ്യം? എത്ര? ഇതിന് 16,000 രൂപ. 16,25,000 രൂപ ഫൈനലാണ്. കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം. ലോണും ചാൻസ് ഉണ്ട്. 14 ലക്ഷം വരെയൊക്കെ ലോണും ചാൻസ് ഉണ്ട്. ഓക്കെ. ചെറിയ എമൗണ്ട് ആണ്, നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഒരു ഒറിജിനൽ കേരള ടൊയോട്ട ലിവയാണ്. KL 50 രജിസ്ട്രേഷൻ വണ്ടി. ഡ്യുവൽ ടോൺ ആണ്. ഇത് ഫുൾ ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഏതാ മോഡല്? ഇത് 2019 മോഡലിലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ 99,000 കിലോമീറ്റർ. ഓക്കെ. 99,000 കിലോമീറ്റർ. ഓക്കെ. കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഒക്കെ പോയിട്ടുണ്ട്. 98,000 ശതമാനം വരെ സർവീസ് കറക്റ്റ് ആണ്. ഇനി ജസ്റ്റ് അങ്ങോട്ട് കടക്കുന്നു പോകുന്നതിനെ കൊണ്ട് പിന്നെ ഓടിക്കാതെ അവിടെ വെച്ചതാ. ഓക്കെ. അപ്പോൾ 99 ഓടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും. 20 മേലെ തന്നെ മൈലേജ് കിട്ടും. നമ്മുടെ അടുത്ത് ഇതല്ലാണ്ട് 17 ലിവയുണ്ട്, 14 ലിവയുണ്ട്. രണ്ടും ഡീസൽ തന്നെയാണ്. രണ്ടും ഡീസൽ. കേരള വണ്ടി അല്ല, രണ്ടും അതർ സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് കേരള ആയതും ഒന്ന് കേരള ആവാൻ വെച്ചതുമാണ്. അതൊക്കെ എത്ര കൊടുക്കാം? അതൊക്കെ അതിൻ്റെ വിളിച്ചാൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത് 19 മോഡൽ VXD ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. 99,000 ഒറിജിനൽ കേരള വണ്ടി.
എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് ഫൈനൽ യെസ് ഓർ നോയിലുള്ള പ്രൈസാണ്. ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടാവും. 7,400 രൂപ. 7,25,000 VXT ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒറിജിനൽ കേരള. ലിവാന മാർക്കറ്റ് ഇങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി കൂടെ ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ഒരു ക്ലെയിം ഇല്ല അല്ലേ? ക്ലെയിമും കാര്യങ്ങളും ലോണും കിട്ടുക. ഒരു 6 ലക്ഷം 6 രൂപ വരെയൊക്കെ ലോൺ കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ ഓട്ടോബുക്കിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കാരപ്പറമ്പ് കൃഷ്ണൻ നായർ റോഡിലാണ് ലൊക്കേഷൻ വരുന്നത് അല്ലേ? ഓക്കെ, അടിപൊളി ഒരു വിജനമായ ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാം. ഇത് മാത്രമല്ല, ഇനി സ്റ്റോക്കുകൾ വരാനുണ്ടല്ലോ. സ്റ്റോക്കുകൾ വരാനുണ്ട്. പജീറോ വരാനുണ്ട്, പജീറോ വരാനുണ്ട്, ക്രിസ്റ്റകൾ വരാനുണ്ട്. അങ്ങനത്തെ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു. അടുത്ത വീഡിയോ കാണാം അല്ലേ? ബൈ.